MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. റാപ്പർ വേടനെതിരായ കേസിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യുവാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ചയോടെ യോഗം ചേരും. പുലിപ്പല്ലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. വേടനെതിരെ കേസെടുത്തതിനെതിരെ വനം മന്ത്രി തന്നെ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. വേടനെതിരെ വനം വകുപ്പ് എടുത്ത കേസിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ വനമന്ത്രിയും മലക്കം പറഞ്ഞിരുന്നു. വേടൻ രാഷ്ട്രീയ ബോധമുള്ള കലാകാരനാണ്. കേസെടുത്ത നടപടി അന്വേഷിക്കുവാൻ ഹെഡ് ഓഫ് ദി ഫോറസ്റ്റിനെ നിയോഗിച്ചതായും AK ശശീന്ദ്രൻ ഇന്നലെ പറഞ്ഞു. IPL തുടർച്ചയായ 6ാം ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിന് തൊട്ടരികെത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 100 റൺസിന്റെ കൂറ്റൻ ജയം സ്വന്തമാക്കിയതോടെ നെറ്റ് റൺ റേറ്റിൽ വമ്പൻ കുതിപ്പ് നടത്തിയ മുംബൈ 14 പോയിന്റുമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പിന്തള്ളി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ശേഷിക്കുന്ന 3 കളികളിൽ ഒരു ജയം കൂടി നേടിയാൽ മുംബൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനാകും. എന്നാൽ 2, 3, 4 സ്ഥാനത്തുള്ള ടീമുകളെക്കാൾ ഒരു മത്സരം അധികം കളിച്ചതിനാൽ ആദ്യ 2 സ്ഥാനങ്ങളിലൊന്ന് മുംബൈക്ക് ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല. കണ്ണൂർ പയ്യാവൂർ ചമതച്ചാലിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് 3 വയസ്സുകാരി മരിച്ചു. ഉറവക്കുഴിയിൽ അനുവിന്റെ മകൾ നോറയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം നടന്നത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 3 വയസ്സുകാരിയുടെയും മുത്തശ്ശിയുടെയും ദേഹത്തേക്ക് അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരണപ്പെട്ടു. മുത്തശ്ശിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് തയ്യാറാക്കിയിരിക്കുന്ന പടുകൂറ്റൻ വേദിയിലാണ് കമ്മീഷനിംഗ് ചടങ്ങുകൾ നടക്കുക. ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയ പ്രധാനമന്ത്രി രാജ്ഭവനിലാണ് തങ്ങുന്നത്. രാവിലെ 10:15 പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്നും ഇറങ്ങും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ എത്തുന്ന പ്രധാനമന്ത്രി 10:25 അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് തിരിക്കും. പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒരു വർഷത്തേക്ക് അടച്ചിട്ടാൽ $600 മില്യൺ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ കണക്കാക്കിയിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നേരിടുവാൻ സാമ്പത്തിക സഹായം നൽകണമെന്നും വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് അയൽരാജ്യത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടികൾക്ക് മറുപടിയായാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി ഇന്ത്യൻ വിമാന കമ്പനികൾ അടച്ചിട്ടത്. നിയന്ത്രണരേഖയിൽ വീണ്ടും പാക് പ്രകോപനം. നിയന്ത്രണരേഖയിൽ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് എന്നിവിടങ്ങളിൽ തുടർച്ചയായി 8ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിവയ്പുണ്ടായതോടെ ഇന്ത്യൻ സൈന്യവും ശക്തമായ തിരിച്ചടി നൽകി. സുരക്ഷാസേന തിരിച്ചടിച്ചതോടെ പാകിസ്ഥാൻ പിൻവാങ്ങുകയായിരുന്നു. ഇതിനിടെ ജമ്മു കാശ്മീരിൽ ഭീകരരുമായി ബന്ധമുള്ളവരുടെ വീടുകളിൽ വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. ശ്രീനഗറിൽ 21 ഇടങ്ങളിൽ ഉൾപ്പെടെ നിരവധി പേരുടെ വീടുകളിലാണ് തിരച്ചിൽ നടത്തുന്നത്. ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഉദ്ഘാടന ദിനത്തിലും വിഴിഞ്ഞത്തെ രാഷ്ട്രീയ പോര് തുടരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ പ്രത്യേക പരിപാടി. കമ്മീഷനിങ്ങിന് മുൻപ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി M. വിൻസെന്റ് MLA. വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ഉമ്മൻചാണ്ടിയെന്ന് M. വിൻസെന്റ് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെപ്പോലും LDF സർക്കാർ ഭയപ്പെടുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതാവാണ് ഉമ്മൻചാണ്ടിയെന്നും എന്ത് പഴി കേട്ടാലും പദ്ധതി പൂർത്തിയാക്കും എന്ന ഉമ്മൻചാണ്ടിയുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് വിഴിഞ്ഞമെന്നും M. വിൻസെന്റ് MLA പറഞ്ഞു. കൊച്ചി വൈറ്റിലയിലെ 4 സ്റ്റാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ സംഘം പിടിയിൽ. വൈറ്റ്ല ആർട്ടിക് ഹോട്ടലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 11 യുവതികളും ഇടനിലക്കാരനും പിടിയിലായി. ലഹരി പരിശോധനയ്ക്കിടെയാണ് സ്പായുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന അനാശാസ്യ സംഘം പിടിയിലായത്.
വൈറ്റ്ലയിലെ 4-സ്റ്റാർ ഹോട്ടലിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ആപ്പും മരട് പോലീസും ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയത്. എന്നാൽ ലഹരി കണ്ടെത്തിയില്ല. പകരം വലയിലായത് വൻ പെൺവാണിഭ സംഘമായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.